വിചാരിക്കും ഞാനൊരു കാവിലാണുള്ളതെന്ന്. പക്ഷെ ഇതൊരു കാവല്ല, ഇതൊരു വീടാണ്. തച്ചിലോത്ത് ഗോപാലൻ എന്ന ആളുടെ വീട്. ചൂടിനെ മറികടക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടിനെയും പരിസരത്തേക്ക് ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടേ. നമസ്കാരം. നമസ്കാരം. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത്രയും മരങ്ങളും ഇതുപോലെ കുളമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ് കാണുന്നത്, അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലൊക്കെ കാരണം? ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു കുളത്തിൽ പുഴയിൽ വീടുണ്ടാക്കാൻ വേണ്ടി, ചങ്ങാടം കെട്ടി വീടുണ്ടാക്കാൻ. അത് സാധ്യമല്ല എന്നും അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ടെന്നും കണ്ടപ്പോഴാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് അച്ഛൻ തന്ന വയലിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ അതൊരു കുളത്തിലാക്കി മാറ്റാനുള്ള ചിന്ത മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. സ്വയം തന്നെ, ആരും പറഞ്ഞു തന്നതല്ല, ആരോട് ചോദിച്ചതല്ല, സ്വന്തം മനസ്സിൽ നിന്ന് ഒരു ആശയം രൂപപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് കൃഷിക്ക് വെള്ളമെടുക്കാം, കൂട്ടത്തിൽ തന്നെ കൂളിംഗ് എന്തായാലും ഉണ്ടാവും. അതിൽ മത്സ്യങ്ങളെ വളർത്താം, ആമ്പൽ വളർത്താം, താമര വളർത്താം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും കൂടി തവളയും നീർക്കോലിക്കും ഒക്കെ ജീവിക്കാനുള്ള ജൈവ വൈവിധ്യ സംരക്ഷണം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കുളം ഉണ്ടാക്കുന്നത്. 92 ഈ വീട് ഉണ്ടാക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ എന്താ വെച്ചാൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് ഞാൻ എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇത് വയൽ നിര ഇവിടെ. അപ്പോൾ ഞാൻ എന്ത് ചിന്തിച്ചു, നമുക്കൊരു കുളം ഉണ്ടാക്കാം, കുളത്തിലെ വെള്ളമെടുത്ത് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കാം. അതിലൊരു 15 കാലുകൾ കൊടുത്ത് സ്ലാബിട്ട് അതിൻ്റെ മുകളിൽ ഓളോ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കാം, മൺകട്ടകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഈ പ്രതിരോധിക്കാൻ കഴിയും, ഈ ചൂടിനെയും തണുപ്പിനെയും റെസിസ്റ്റ് ചെയ്യാൻ ഈ മൺകട്ടകൾക്ക് കഴിയും. ഓളോ ബ്രിക്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവുമല്ലോ. ഇതും കൂടി പഠിച്ചതിന് ശേഷമാണ് ഞാൻ മൊത്തം തന്നെ ഓളോ ബ്രിക്സ്, മൺകട്ടകൾ, ചുടുകട്ടകൾ ഉപയോഗിച്ചത് ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുകളിൽ നമ്മൾ നാച്ചുറലായിട്ട് ഓട്, മണ്ണ് കൊണ്ടുള്ള ഓട് ഇടുക. ഇതൊക്കെ തന്നെ ഈ ഒരു എയർ കൂളിംഗ്, നമ്മൾക്ക് നാച്ചുറൽ എയർ കണ്ടീഷൻ സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ട് നമ്മൾ കാശ് കുറേ മുടക്കി വലിയ വീടുണ്ടാക്കിയിട്ട് AC ഫിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ AC ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിദത്ത കുളിർമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ചെയ്തത്. അതോടൊപ്പം എന്ത് ചെയ്തു, മുളയും അത്തിയും അമ്പഴവും തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വൃക്ഷങ്ങൾ ഈ 4 ഭാഗത്തും, വീടിൻ്റെ 4 ഭാഗത്തും പ്ലാന്റ് ചെയ്തു. ഇവിടെ ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ തന്നെ തണൽ നൽകുന്നത്. പ്രത്യേകിച്ച് മഞ്ഞമുളല്ലേ. ഈ മഞ്ഞമുളക്ക് നമുക്ക് രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നാൽ നമ്മളെ ശരീരത്തിലേക്ക് ഈ നീർത്തുള്ളികൾ, ജലകണികൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല കൂളിംഗ് നൽകുന്ന ഒരു സംവിധാനമാണ് ഈ മുളകൾ. ആ 2 ഭാഗത്തും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാണവായു ധാരാളം കിട്ടും. അപ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതോടൊപ്പം സമൂഹത്തിന് ഇതൊരു മെസ്സേജായിട്ട്, ഒരു സന്ദേശമായിട്ടും കൂടിയാണ് ഞാൻ ഇത് വീടുണ്ടാക്കിയത്. ഈ വേനൽ ചൂടിനെ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറികടക്കണമായിരുന്നു എങ്കിൽ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക തന്നെ വേണം. ഒരു ആധുനിക സംവിധാനത്തിനും ഇവിടെയുള്ള ഈ അന്തരീക്ഷത്തിന് വെല്ലാൻ കഴിയില്ല. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.